ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കോമിക് ബാങ്കിന്റെ 8th എപ്പിസോഡ് നോക്കിയാലോ? നേരെ വീഡിയോട്ട് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ ഹീറോ സൂനെ വിളിച്ച് പറയുന്നുണ്ട്, നീ ഇനി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ നിന്റെ കൂടെ നിന്ന് നിന്നെ ഹാപ്പി ആക്കാന്ന്. ഉറക്കത്തിലായോണ്ട് അവളും ശരിയെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ നടന്നത് സ്വപ്നമാണോ റിയാലിറ്റി ആണോ എന്നറിയാതെ സോ രാവിലെ തന്നെ കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് ഹീറോയുടെ ഇന്ന് മെസ്സേജ് വരുന്നത്. ഗുഡ് മോർണിംഗ് സർ, എന്തെടുക്ക? നീ ഫുഡ് വല്ലതും കഴിച്ചോ? ദൈവമേ, അപ്പൊ ഇന്നലെ കണ്ടൊന്നും സ്വപ്നമല്ലേ? ഇവൻ ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞ് നമ്മളെ സോ അവിടെ കിടക്കുന്നുണ്ട്. സോനെ ഹാപ്പി ആക്കണമെന്ന് പറഞ്ഞ് നമ്മളെ ഹീറോ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഐഡിയ കൊടുത്തത് ജെയിംസ്. താങ്ക്സ് അല്ല, നിന്നെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതേസമയം ഇവിടെ നമ്മളെ ഹീറോയിന് ആരോ ഒരു ഗിഫ്റ്റ് അയച്ചേക്കുന്നത്. എനിക്കിപ്പോ ഇതാരോ ഗിഫ്റ്റ് അയക്കാനെന്ന് പറഞ്ഞാൽ അവൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അതിനകത്താണെങ്കിൽ ഒരു ബോംബ്. അയ്യോ, കോളേജ് ബോംബ് വെച്ച് ചേർക്കാൻ നോക്കുന്ന എല്ലാവരും ഓടി രക്ഷപ്പെടുന്ന പറഞ്ഞാൽ നമ്മളെ ഹീറോയിൻ ബഹളം വെക്കുമ്പോ അങ്ങോട്ടേക്ക് ഹീറോ വന്നിട്ട്, എന്തിനാ നീ ഇങ്ങനെ ബഹളം വെക്കുന്ന? അത് ഞാൻ നിനക്ക് തന്നൊരു കുഞ്ഞ് സർപ്രൈസാ, അത് ഒറിജിനൽ ബോംബൊന്നും അല്ല. എങ്ങനെയുണ്ട്? ഇനിയും നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുമ്പോൾ സുഖം ആണെങ്കിൽ ദൈവം ഇനി അടുത്ത് എന്ത് കുരിശാന്ന് പറഞ്ഞ് നോക്കാൻ നേരം ഈ ആണെങ്കിൽ ഒരു റോസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ, ചെറുക്ക റൊമാൻറ്റിക് ആവുന്നുണ്ടെന്നും പറഞ്ഞ് ഹാപ്പി ആയിട്ട് അവൾ അത് വാങ്ങാൻ നേരമാണ് അവൻ ഒറിജിനൽ കൈക്ക് വരും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൈ വെച്ചേക്കുന്ന. അവൾ അത് കണ്ട് നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മളെ ഹീറോയിനും ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. സാറാണെങ്കിൽ അവരത് കംപ്ലീറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞ് ഹീറോയിനെ മറിക്കുറമ്പോ ഹീറോ ആണെങ്കിൽ ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു പെൻഡ്രൈവ് എടുത്ത് കാണിക്കുന്നുണ്ട്. സോ ആണെങ്കിൽ ആ ഒരു പെൻഡ്രൈവ് വാങ്ങി സാറിന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് രാവിലെ തൊട്ട് നമ്മളെ ഹീറോ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് ഓർമ്മ വരുന്നത്. ദൈവമേ, ഇനി ഇതിലെന്തെങ്കിലും പണിയാണോ എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ സാറിന്റെ അടുത്ത്, സോറി സാർ, ഇത് ഈ പ്രോജക്റ്റ് ഒന്നുമില്ല, ഇതിൽ വേറെന്തോ ഉള്ളത്, ഞങ്ങൾ പിന്നെ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഇല്ല സാർ, ഈ പ്രോജക്റ്റ് തന്നെ ഉള്ളതെന്ന് പറഞ്ഞ് രണ്ടും കൂടെ അടി കൂടുന്നുണ്ട്. മതി നിർത്ത്, രണ്ടെണ്ണത്തിന് അടി കൂടണമെങ്കിൽ പുറത്ത് പോയി അടി കൂടണം, ഇത് പ്ലേ ഗ്രൗണ്ട് അല്ല എന്നും പറഞ്ഞ് സാറ് രണ്ടിനെയും ചവിട്ടി പുറത്താക്കുന്നുണ്ട്. നീ എന്താ സോ എന്നെ ആ പെൻഡ്രൈവ് യൂസ് ചെയ്യാൻ സമ്മതിക്കാന്? അതല്ല, ഞാൻ കരുതി അതില് ഹോംവർക്ക് കാണത്തില്ലെന്ന്. നീ രാവിലെ തൊട്ട് ഒരുമാതിരി കിളിപോയ കണക്കല്ലേ ബിഹേവ് ചെയ്യുന്ന. ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ കാണും. ഞാൻ ഇത് കണക്കത്തെ സീരിയസ് കാര്യങ്ങളിൽ തമാശ കാണിക്കാറില്ല. അതൊക്കെ വിടും. നീ ലഞ്ച് കഴിച്ചാലോ? നമുക്ക് ഒരുമിച്ച് കഴിച്ചാലോ? അതിനെന്താ, ബാ നമുക്ക് ക്യാൻറ്റീനിൽ പോവാന്ന് സോ പറയുമ്പോ, വേണ്ട വേണ്ട, ക്യാൻറ്റീനിലെ ഫുഡൊന്നും കൊള്ളത്തില്ല, വല്ല ഫുഡ് പോയ്സൺ വന്നാലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുവഴി പോകുന്ന ഒരു കപ്പിൾസ് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, ഇന്നത്തെ ക്യാൻറ്റീനിലെ ചിക്കൻ കറി അടിപൊളിയായിരുന്നല്ലേ, ഇനി എന്നാണോ ഇത് കണക്ക് കിട്ടുന്നത്? ഷെടാ, ഇവളെ ഇംപ്രസ് ചെയ്യാൻ നോക്കിയിട്ട് മൊത്തത്തിൽ ഫ്ലോപ്പ് ആവുന്ന ലക്ഷണമാണല്ലേ. പക്ഷെ നമ്മളെ സുഖമാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ആ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. നിനക്ക് ഹാർട്ട് ബ്രോക്ക് എന്ന് പറയുന്ന കേട്ടു, നീ ഇപ്പൊ ഓക്കെ ആണോ? അതിന് കാണാൻ തന്നെ നീയാടെ കുറങ്ങാന്നുള്ള രീതിയിൽ സോയെ നോക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ നിന്നോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ച, അന്ന് ആ കോമിക്കിന്റെ എൻഡിൽ അവർ രണ്ടൊരു കമ്മിറ്റഡ് ആവുന്ന നടക്കാനായി എഴുതി കൊടുത്തത്. പക്ഷെ ആ കുൻഹിയ കോമിക്ക് പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞ ആ പ്ലോട്ട് തന്നെ മാറ്റിയത്. പക്ഷെ കാര്യം അറിയാതെ അവനോട് വെറുതെ ദേഷ്യപ്പെട്ടല്ലോ. എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇവൻ ഇത്രയും കഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് സുവന് ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. ഇവിടെ നമ്മളെ ജെയിംസിനാണെങ്കിൽ അവന്റെ ഫാൻ ഗേൾസ് പുറകെ നടന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയി സ്റ്റെയർ ഇറങ്ങുന്ന വഴി അവൻ മറിഞ്ഞു വീഴാൻ പോകുമ്പോൾ ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരാ സാർ നിങ്ങൾ? ഒരുപാട് നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചതിന്. നിങ്ങൾ ഈ കോളേജിലാണോ പഠിക്കുന്നത്? ഞാനിവിടെ പഠിക്കുന്നല്ലോ, ഒരു ക്ലബ് ആക്ടിവിറ്റി ആയിട്ട് വന്നതാ. ആക്ച്വലി ഞാൻ കോളേജിൽ ഭയങ്കര ഫേമസ്, അതുകൊണ്ട് ഗേൾസ് എല്ലാം എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന. ഹാൻഡ്സമായി ജനിച്ചത് എന്റെ കുഴപ്പമല്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ജെയിംസ് ഡയലോഗ് വിടുമ്പം അവനാണെങ്കിൽ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ തിരിഞ്ഞു കിടക്കുന്നുണ്ട്. സാർ ഒന്ന് വെയിറ്റ് ചെയ്തേ, ക്ലബ് ആക്ടിവിറ്റി ആയിട്ട് വന്നെന്നല്ലേ പറഞ്ഞ? ഏത് ക്ലബാ? അവനൊരു മാർഷൽ ആർട്ട് കോച്ചാണ്. അപ്പൊ ഒരു പോസ്റ്റർ എടുത്ത് കൊടുത്തിട്ട്, നീ ഭയങ്കര വീക്കാ, വന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആരോടെങ്കിലും ലവ് തോന്നിയാൽ അത് അയാളോട് ക്ലിയർ ആയിട്ട് പറയണം, അല്ലെങ്കിൽ പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമെന്ന് നമ്മൾ സോ അവളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുമ്പം അതിലൊരാളാണെങ്കിൽ, നിങ്ങളെ വോയിസ് ഭയങ്കര സ്വീറ്റ് ആണ്, വോയിസ് കേട്ടിട്ട് നിങ്ങൾ ഇച്ചിരി ബബ്ലി കേളാന്ന് തോന്നുന്നു ഒരു കമന്റ് ഇട്ടേക്കുന്നത്. വീട്ടിൽ ഇരുന്ന് തിന്ന് ഇപ്പൊ ഗുണ്ടുമണിയായി, ദൈവമേ എന്റെ വെയിറ്റ് കൂടിയിരുന്നു പറഞ്ഞ് നമ്മൾ സോ ടെൻഷൻ ആവുന്നുണ്ട്. ജെയിംസ് ആണെങ്കിൽ ആ ഒരു കമന്റ് വായിച്ച് ചിരിക്കാൻ നേരം അവൾ ഹീറോ ടെൻഷനായിട്ട്, അവൾ അത്രയ്ക്ക് ബബിളിയൊന്നുമല്ല, അവൾ 50 കിലോയുടെ താഴെയുള്ളു, നിങ്ങൾക്ക് ഒരാളെ അറിയത്തില്ലെങ്കിൽ അയാളെ കുറിച്ച് കമന്റ് ചെയ്യാൻ പാടില്ലെന്ന് ഹീറോ ഒരു കമന്റ് ഇടുന്നുണ്ട്. അത് കണ്ടിട്ട് ജെയിംസ് ആണെങ്കിൽ, എന്താ ഇവിടെ നടക്കുന്നത്? നീ അവളെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ടേക്കുന്നു, നമ്മളെ ഒന്നും സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടാറില്ലല്ലോ മോനെ നീ. അല്ല, നമ്മുടെ സോന്റെ ബർത്ത്ഡേ അല്ലേ വരാൻ പോന്ന? അത് ശരിയാ, സോന്റെ ബർത്ത്ഡേ വരാൻ പോന്ന. എന്തോ ഗിഫ്റ്റ് കൊടുക്കണോന്ന് അറിയാതെ ജെയിംസിന്റെ അടുത്ത് ചെന്നിട്ട്, അളിയാ ഞാൻ നിനക്ക് കഴിഞ്ഞ വർഷം തന്ന ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് ഇഷ്ടപ്പെട്ടോ? കഴിഞ്ഞ വർഷം നീ തന്ന ഗിഫ്റ്റോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നാളെ കിടന്ന് ഏതൊരു കൂപ്പൺ എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ ഗിഫ്റ്റ് പോലും ഗിഫ്റ്റ്. ജെയിംസിന്റെ ഇന്ന് ഹീറോയ്ക്ക് നല്ലത് കിട്ടുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും സംസാരിച്ചിട്ട് ഒരുപാട് നാളായല്ലേ. ഹീറോയുടെ കോമിക്ക് ഇപ്പൊ എങ്ങനെ പോകുന്നുണ്ട്? ഒന്നും പറയേണ്ടടി, വളരെ മോശമായിട്ടാ പോകുന്നത്. അവന്റെ ബ്ലാക്കിനിങ് കൊള്ളത്തില്ലെന്നും പറഞ്ഞ് ആ ക്യൂനി അവനെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. നീ ബ്ലാക്കിനിങ് അസിസ്റ്റന്റിൽ നിന്ന് മാറിയില്ലേ? അവന്റെ കാര്യം വിടും, അവനെക്കാട്ടി കഷ്ടത്തിലാണല്ലോ ഇപ്പൊ നീ പോകുന്നത്. നിന്റെ ബ്രേക്കപ്പിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നില്ലെന്നും പറഞ്ഞ് നമ്മളെ ജെയിംസ് ആണെങ്കിൽ ഒരു ചിക്കൻ പീസ് എടുത്ത് സുവന് വെച്ചു കൊടുക്കുന്നുണ്ട്. എന്തൊന്നും ബ്രേക്കപ്പാ? ബ്രേക്കപ്പ്. ഹീറോയ്ക്ക് വരെ അറിയാം നിന്നെ ഹാപ്പി ആക്കണമെന്നും പറഞ്ഞ് അവൻ കുറെ പ്ലാൻ ചെയ്തായിരുന്നു. അതിനെല്ലാം ഐഡിയ കൊടുത്തത് ഞാന്. എടാ ദുഷ്ട, അപ്പൊ നീയാണ് അതിന്റെയൊക്കെ മാസ്റ്റർ പ്ലാൻ എന്നും പറഞ്ഞ് നമ്മളെ സർ ജെയിംസിനെ നോക്കുന്നുണ്ട്. ബ്രേക്കപ്പ് ഒക്കെ വിടും, അതിലും വലിയ പ്രശ്നത്തിലൂടെ ഞാനിപ്പോ പോകുന്നു. ഞാൻ ഓവർ വെയിറ്റ് ആയി. ശരിയാ. നിന്റെ ഫാൻസ് ഒരു കമന്റ് ഇട്ടായിരുന്നു, ഞാനും ഹീറോ ഇതിനെ കുറിച്ച് ഇന്നലെ സംസാരിച്ചായിരുന്നു.
ദൈവമ ഇത് ഹീറോ അറിഞ്ഞോന്നർത്ത് നമ്മൾ സോ നന്നായിട്ട് ഡൗൺ ആവുന്നുണ്ട്. ഞാനൊരു മാർഷൽ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാനായിട്ടിരിക്കുക. നീ വരുന്നോന്ന് ചോദിച്ച പോസ്റ്റർ എടുത്ത് കാണിക്കുന്നുണ്ട്. നിനക്ക് എന്നോട് ഇത്ര സ്നേഹമൊന്നും ഇല്ലായിരുന്നല്ലോ. ഒറ്റയ്ക്ക് പോകാൻ പേടിയായോണ്ടല്ലേ എന്നെ കൂട്ടി വിളിക്കുന്നത്. പേടിയോ? എനിക്കോ? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ നിനക്കൊരു ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെയല്ല വെയിറ്റ് ലോസ് ചെയ്യണമെന്നും പറഞ്ഞ് നമ്മൾ ജെയിംസിനോട് പോകാൻ സുഖം തീരുമാനിക്കുന്നുണ്ട്. എന്നാ അവനാണെങ്കിൽ അവിടെ ചെന്നപ്പോ തന്നെ രണ്ടിന്റെ അടുത്ത് 5 റൗണ്ട് കിടന്ന് ഓടാൻ പറയുന്നുണ്ട്. അയ്യോ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് 2 അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ കോച്ചിന്റെ അടുത്ത് ഒരു പെങ്കൊച്ച് വന്നിട്ട് ഈ കോമിക്കിലാണെങ്കിൽ എങ്ങനെയാ പടം വരയ്ക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഞാനാ ഇത് വരച്ചത്, ഞാൻ നിനക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ആ കൊച്ചിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ആണെങ്കിൽ അത് എത്തി വലിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ഈ കോമിക്ക് എവിടെയോ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് ആലോചിക്കുമ്പോഴാണ് നമ്മളെ ജെയിംസ് വായിക്കുന്ന കോമിക്ക് ഇതാന്ന് സോന് മനസ്സിലാവുന്നത്. അപ്പൊ ജെയിംസിന്റെ ഓൺലൈൻ ഫ്രണ്ട് ഇവനാണെന്ന് മനസ്സിലാക്കി ഇത് അവനോട് പറയണോ വേണ്ടയോ എന്ന് സോ നന്നായിട്ട് കൺഫ്യൂസ് ആവുന്നുണ്ട്. ഇവിടെ ജെയിംസ് ആണെങ്കിൽ അതിലെ കൊടുക്കുന്ന എല്ലാ പെമ്പിള്ളേരും വായി നോക്കുന്നുണ്ട്. എന്തുവാണ് നീ കാണിക്കുന്നത്? നീ വിചാരിക്കുന്ന നടക്കുന്നല്ല. എന്റെ ഓൺലൈൻ ഫ്രണ്ടിനും ഈ മാർഷൽ ആർട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവളും ചിലപ്പോ ഇവിടെ വല്ലതും വന്നാലോ? അതാ ഞാൻ ചെക്ക് ചെയ്താ. അയ്യോ അത് അവളല്ല അവനാന്നോർത്ത് സോന് ചിരി വരുന്നുണ്ട്. പിന്നെ ഹീറോ നിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നോർത്ത് സോൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അടുത്ത സീനില് നമ്മൾ ഹീറോ അങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കാൻ നേരം നിങ്ങൾ രണ്ടുപേരും കൂടെ മാർഷൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യല്ലേ, അത് കാണാൻ വന്നേ. അത് മാത്രല്ല ഇവൻ എന്റെ അനിയനാ. എന്തോന്ന് അനിയനോ? അത് കേട്ട് 2 ഷോക്ക് ആവുന്നുണ്ട്. നമ്മളെ ജെയിംസിന് ഒരു ഓൺലൈൻ ഫ്രണ്ടില്ലേ, അത് ആരാന്നറിയാമോ? നിന്റെ അനിയനാ. അവൻ ഇത്രയും നാളും അതൊരു പെണ്ണോന്നും പറഞ്ഞിരുന്നോ. ഇനി ഇതാണോന്നറിയുമ്പോ അവൻ നന്നായിട്ട് ടെൻഷൻ ആവും അല്ലേ. ആ കാര്യം അവനോട് പറയണോന്ന് ഹീറോയോട് സോ ചോദിക്കാൻ നേരം ആഹാ സൂപ്പർ, എന്റെ കോമിക്കിന് പുതിയ കണ്ടന്റ് കിട്ടിയെന്ന് പറഞ്ഞ് അവൻ അത് എഴുതിയെടുക്കുന്നുണ്ട്. എടാ നീയൊക്കെ ഒരു ഫ്രണ്ട് ആണോ? സ്വന്തം കൂട്ടുകാരനെ കുറിച്ച് ചിന്തിക്കാതെ കോമിക്കിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതെ, എന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ വരാൻ പോന്ന ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട്. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞുതരാവോ? ഇവനാള് കൊള്ളാല്. എന്റെ ബർത്ത്ഡേക്ക് എന്നോട് തന്നെ ഐഡിയ ചോദിക്കണമെന്നും പറഞ്ഞാൽ നമ്മളെ സോ അവളെ മനസ്സിൽ പറഞ്ഞ എല്ലാം തട്ടിവിടുന്നുണ്ട്. രാത്രി 12 മണിക്ക് ബീച്ചിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഫയർ വർക്സ് ഒക്കെ വെച്ച് കേക്ക് കട്ട് ചെയ്യണം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേസമയം ഇവിടെ ബാസ്കറ്റ്ബോൾ ടീമിലാണെങ്കിലും ജയിക്കട്ടെ എങ്ങനെയെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റും. അവളുടെ ടോർച്ചർ സഹിക്കാൻ വയ്യ. നമ്മൾ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇനി എന്ത് പ്ലാനാ? ഇനി നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അവൾ അത് പൊളിച്ചടിക്കും. എടാ ഇനി എത്ര സ്ട്രോങ് ആൻഡ് റഫ് ആയിട്ടുള്ള ഗേൾ ആണെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ അവളൊന്നും ഒതുങ്ങും. അവളെ എങ്ങനെയെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാകണം. അതിന് പറ്റിയ ആള് നീയാ ഫിലിക്സേ. നീ അവളെ ലവ് ചെയ്യുന്നതാണ് ആക്ട് ചെയ്യണം. എന്തോന്നും ഞാനൊന്നും ചെയ്യത്തില്ല. നമ്മളെ ടീമില് ഇത്ര ആമ്പിളാരില്ലേ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോയാൽ മതി. എപ്പോഴും ഞാനല്ലേ അവളെ എടുത്ത് പോന്ന. എടാ നമ്മളെ ടീമിലെ എല്ലാരും കമ്മിറ്റഡാ, നീ മാത്രമേ ഉള്ളൂ സിംഗിള്. അത് മാത്രമല്ല ആ ജയിക്ക് നിന്നോട് ഫീലിങ്സ് ഉണ്ടെന്നാ തോന്നുന്ന. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. എടാ പ്ലീസ് നമ്മളെ ടീമിന് വേണ്ടിയല്ലേ എന്നും പറഞ്ഞ് അവന്മാര് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പം ശരി ടീമിന് വേണ്ടി മാത്രം ഞാൻ അവളെ ലവ് ചെയ്യുന്നതാണ് ആക്ട് ചെയ്യാം. ഇതിപ്പോ നമ്മള് ലവ്ലിയെ ചീറ്റ് ചെയ്യുന്നതാണ് കാവത്തില്ലേ. എന്തായാലും ആക്ടിങ് അല്ലേ. ധൈര്യം സംഭരിച്ച് ഫിലിക്സ് നേരെ പോയി ജയോട് എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. ജയ്ക്കാണ് ഹാർട്ട് ബീറ്റ് റൈസ് ആവുന്നതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഓടിപ്പോകുന്നു. ഇവിടെ അതേസമയം ജെയിംസ് ആണെങ്കിൽ മാർഷൽ ആർട്സ് ചെയ്ത് കൈയും കാലും വേദന എടുക്കുന്നെന്നും പറഞ്ഞ നേരെ ലൂഡോന്റെ അടുത്ത് എല്ലാം സീനിയറിന്റെ ഡെസ്കില് പെയിൻ റിലീഫ് ഉണ്ടെന്നും പറഞ്ഞ അവൾ അത് തപ്പാൻ നേരം ജെയിംസിന് ആ ടേബിളിന്റെ മേളിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട്. ഇത് നിന്റെ കാലല്ലേ? ഈ കാലാണ് ആ സീനിയർ ഈ കോളേജ് ഫുള്ള് ഓഡീഷൻ നടത്തി കണ്ടുപിടിക്കാൻ നോക്കുന്നത്. സീനിയർ എന്തിനാ എന്റെ കാല് സെർച്ച് ചെയ്യുന്നതെന്ന് ഓർത്ത് ലൂഡോ ഷോക്ക് ആവുന്നുണ്ട്. ഇവിടെ അതേസമയം നമ്മളെ ഹീറോ വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് സുവോന്റെ എന്നെ സജഷൻ വാങ്ങി പോയിട്ട് നേരെ അവളെ കൊണ്ടുപോയത് ഒരു റിവറിലെ മീൻ പിടിക്കാനാണ്. എടാ ദുഷ്ട, ഇതിനാണോ നീ ഇത്രയും ബിൽഡപ്പ് വന്ന? ഞാൻ എന്തൊക്കെയോ ഓവർ എക്സ്പെക്ട് ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞ് സുവോ ഡൗൺ ആവുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഹീറോ ആണെങ്കിൽ അവളുടെ ഫോൺ മേടിച്ച് ആരെയോ കോൾ ചെയ്തിട്ട് സുവോന്റെ കൈയും പിടിച്ച് ഓടുന്നുണ്ട്. എന്തോ വലിയ പ്രശ്നമുണ്ടെന്നും വിചാരിച്ച അവളും ഓടി പെട്ടെന്നൊരു ക്യാബിൽ കയറിയിട്ട് ചേട്ടാ പെട്ടെന്ന് വണ്ടിയുടെ എന്തോ അർജന്റ് കാര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അയാളാണെങ്കിലും എന്തോ വലിയ കാര്യമൊന്നും പറഞ്ഞ് സ്പീഡിൽ വണ്ടി ഓടിച്ച് ലാസ്റ്റ് പോലീസുകാരുടെ അടുത്ത് ചെന്ന് പെടുന്നുണ്ട്. അപ്പോഴത്തേക്ക് റേഡിയോയിലാണെങ്കിൽ ഇന്ന് സോ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ബർത്ത്ഡേ ആണ്, അവർക്ക് ഈ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിരിക്കണമെന്ന് ഒരാളെ വിഷ് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് കേട്ട് സോ ആണെങ്കിൽ ഇത് കേൾക്കാനാണോ നീ എന്നെ ഇത്ര സ്പീഡ് കൊണ്ടുവന്നെന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി നീ പറഞ്ഞ കണക്ക് നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനിരുന്നേ, പക്ഷെ മൊത്തത്തിൽ ഫ്ലോപ്പായി പോയി. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നിയ രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തത്. എനിക്ക് വേണ്ടി ഇവൻ ഇത്രയും ചെയ്തല്ലോ എന്ന് ഓർത്ത് സോൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. ഇത് മാത്രമല്ല ഇപ്പൊ ഒരു സർപ്രൈസുകൾ ഉണ്ടെന്നും പറഞ്ഞ നേരെ ഒരു കേക്ക് കൊണ്ടുകൊടുക്കുന്നുണ്ട്. എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, ഇവൻ എന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് സോ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. നീ എന്താ ആഗ്രഹിച്ചത്? ഇത് തന്നെ പറ്റിയ സമയം ഓർത്ത് അവള് ഈയോട് എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും ഈ ആണെങ്കിൽ ഒരു ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് അപ്പഴേ അറിയാം ഇത് തന്നെ സംഭവിക്കുന്നു. സോ മനസ്സിൽ വിചാരിച്ച് നോക്കാനായിട്ട് അതിലാണെങ്കിൽ സ്പെഷ്യൽ ആയി സോൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ചെറുതായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അടുത്ത സീനിലെ ക്യൂൻഹി ആണെങ്കിൽ ഹീറോയുടെ കോമിക്കില് എപ്പോഴും റൊമാൻസ് മാത്രമേ ഉള്ളൂ. ഹൊറർ ആയിട്ട് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്നാ ഞാൻ ഇവിടുന്ന് പ്രേതത്തെ കൊണ്ടുവരാനെന്നും പറഞ്ഞ ഹീറോ ദേഷ്യപ്പെടുമ്പം നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. എന്റെ ഒരു ഫ്രണ്ട് എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു ഗെയിം നടത്തുന്നു. നീ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും.
എന്നിട്ട് അതങ്ങ് കോമിക്കിൽ എഴുതിയാൽ മതി. ആ ക്വിന്റി പറഞ്ഞുണ്ട് ഹീറോ അവിടെ പോകാൻ തീരുമാനിക്കുന്നുണ്ട്. അവന്റെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യം വരുന്നത് ഹീറോ. അവരാരും ഇതുവരെ വന്നില്ലല്ലോ എന്നും പറഞ്ഞും ഹീറോ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നേരമാണ് നമ്മളെ സുവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീമിന്റെ ഫ്ലേവർ അവിടെ കൊടുക്കുന്നത് കാണുന്നത്. ഹീറോ അത് വാങ്ങി ട്രൈ ചെയ്യുന്നുണ്ട്. അത് കഴിച്ചത് അവന് വയറുവേദന എടുക്കാൻ തുടങ്ങി. അവൻ വാഷ്റൂമിൽ പോകുന്ന ഗ്യാപ്പിൽ തന്നെ ബാക്കി എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. നേരത്തെ വന്നെന്ന് പറഞ്ഞ അവൻ ഇതെവിടെ പോയി, ഇനിയിപ്പോ വല്ല കണ്ടന്റും കിട്ടിയെന്ന് പറഞ്ഞ അതിന്റെ പുറകെ പോയി കാണും. എന്തുകൊണ്ട് കുറ്റം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഹീറോ അങ്ങോട്ട് വന്നിട്ട് എന്താ എല്ലാരും ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്, ബാ നമുക്ക് അകത്ത് പോകാന്ന് പറഞ്ഞ് എല്ലാരും കൊണ്ടുവന്നുണ്ട്. ഈ ഗെയിമിന്റെ റൂൾ എന്താന്ന് വെച്ചാൽ നമ്മളിൽ ഒരാളെ അവർ പിടിച്ചു വെക്കും. ബാക്കി എല്ലാരും കൂടെ ചേർന്ന് അയാളെ കണ്ടുപിടിക്കണം. അതിന്റെ ഇടയ്ക്ക് ഗോസ്റ്റ് ഒക്കെ വരും. ഫസ്റ്റ് ആ ഡോർ പോയി നോക്കിയാണ്. അതിലുള്ള ഗോസ്റ്റ് അതിന് ഇഷ്ടപ്പെട്ട ഒരാളെ പിടിച്ചു വെക്കും. ആദ്യം പോയി നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഗോസ്റ്റ് പിടിക്കത്തില്ലെന്നും പറഞ്ഞ് നമ്മള് ജെയിംസ് പോയി ഫസ്റ്റ് നോക്കുന്നുണ്ട്. അവനെ തന്നെ അത് പിടിച്ചു വെക്കുന്നത്. എല്ലാരും പേരായിട്ട് തിരിഞ്ഞ് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ ജയ ആണെങ്കിൽ നമുക്ക് കുറച്ചേരം ഇവിടെ റെസ്റ്റ് ചെയ്യാം, ടൈം ആകുമ്പോ അവര് തന്നെ അവന് വെറുതെ വിടും. പാവം സീനിയർ നമ്മള് വരുമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യത്തില്ലേ, നമ്മളല്ലേ സീനിയറിനെ ഹെൽപ്പ് ചെയ്യേണ്ടത്. നിനക്ക് പോണെങ്കിൽ നീ വെക്കോ, ഞാൻ കരുതിയത് നിന്റെ കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാനാ. നീ പറഞ്ഞതും ശരിയാ, ബാക്കി 4 പേരുണ്ടല്ലോ അവര് കണ്ടുപിടിക്കുമായിരിക്കും സീനിയറിനെ. ഇവിടെ സീനിയർ ആണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഒരാളെ തുണിയിട്ട് മൂടി വെച്ചേക്കുന്ന, അടുത്ത് കോടാലിയും വെച്ചേക്കുന്ന. ഈ ടൈം ഉണ്ടായിരുന്നെങ്കിൽ ആ ഡ്രാമ ക്ലബിൽ ഇരുന്ന് ഒരു സ്ക്രിപ്റ്റ് എങ്കിലും തയ്യാറാക്കായിരുന്നു. ലൂഡോ ആണെങ്കിൽ ഈ കാലത്ത് ഒരാളെ പോലും മനസ്സിലാക്കാൻ പറ്റത്തില്ല, എപ്പോഴാ ഇങ്ങനെ ബിഹേവ് ചെയ്തേന്ന്. പിറുപിറുക്കുമ്പോ സീനിയർ ആണെങ്കിൽ എന്താ ലൂഡോ നിന്റെ പ്രോബ്ലം, നീ എന്താ സംസാരിച്ചോണ്ടിരിക്കുന്ന, എനിക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല സീനിയർ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം. ഇതാ നോക്കൂ ലൂഡോ, നീ ഡ്രാമയിൽ നന്നായിട്ട് ആക്ട് ചെയ്താൽ മാത്രം മതി. നീ നന്നായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവും. അത് മാത്രമല്ല എന്നെ കൊണ്ട് ആക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നീ ആക്ട് ചെയ്യുന്നത് ഞാൻ ആക്ട് ചെയ്യുന്ന പോലെ തന്നെ. അതെ എനിക്ക് മനസ്സിലാവാത്ത സീനിയർ, നിങ്ങൾക്ക് എന്താ ഡ്രാമയിൽ ആക്ട് ചെയ്താ എന്താ നിങ്ങൾക്ക് ആക്ടിങ് അറിയത്തില്ലേ. അപ്പൊ സീനിയർ ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി. എന്റെ കൂടെ ആക്ട് ചെയ്യുന്ന എല്ലാ ഫീമെയിൽ ലീഡിനും എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് പറ്റും. ആദ്യമായിട്ട് എന്റെ കൂടെ ആക്ട് ചെയ്ത കുട്ടിയുടെ കൈ പൊള്ളി, രണ്ടാമത് ആക്ട് ചെയ്ത കുട്ടിയുടെ തലയ്ക്ക് എന്തോ പറ്റി, മൂന്നാമത്തെ ആക്ട് ചെയ്ത കുട്ടിയുടെ കാല് തന്നെ പോയി. എന്റെ കൂടെ ആക്ട് ചെയ്താൽ നിനക്ക് ഈ അവസ്ഥ വരും. നീ കഷ്ടപ്പെടാൻ പാടില്ല, നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, അതെ എന്റെ ആഗ്രഹം. അവിടെ കിടന്ന ആള് പെട്ടെന്ന് എണ്ണിച്ച് ഇവരെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ലൂഡോ മൈൻഡ് ചെയ്യാതെ ഒന്നും മിണ്ടാതിരിക്കുമെന്നും പറഞ്ഞ് അയാളെ പിടിച്ച് കിടത്തുന്നുണ്ട്. ഇതാ നോക്ക് സീനിയർ, ഞാൻ ഒന്നിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, എനിക്ക് നിങ്ങളോട് ആക്ട് ചെയ്താൽ മാത്രം മതി. ഞാൻ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റിയാലും നിനക്കൊന്നും പറ്റാൻ പാടില്ല. നീ ആക്ട് ചെയ്യാൻ വേണ്ടി ജനിച്ചയാണ്. എന്റെ കൂടെ ആക്ട് ചെയ്ത് നിനക്കൊന്നും വരാൻ പാടില്ല. നിന്റെ ഫ്യൂച്ചർ നല്ല ബ്രൈറ്റ് ആണ്. നീ ഹാപ്പി ആകുമ്പോൾ ഞാൻ ഹാപ്പി ആയണക്ക് എന്ന് പറഞ്ഞ് സെന്റി ഡയലോഗ് കിടുമ്പം അവിടെ കിടന്ന ആൾ എണ്ണിട്ടിട്ടും നിങ്ങളെ സ്റ്റോറി കേട്ടിട്ട് എനിക്ക് എന്നെ സങ്കടം വരുന്നുണ്ട്. ഞാനും ഒരു വലിയ ആക്ടർ ആവണമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഇത് കണക്കത്തെ ചെറിയ റോൾസ് ചെയ്തുകൊണ്ടിരിക്കും. ചെറിയ റോൾ ആണെങ്കിലും വലിയ റോൾ ആണെങ്കിലും നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് വേണം അത് ചെയ്യാൻ. നമ്മൾ ഇടുന്ന എഫേർട്ടിന് ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും പ്രതിഫലം കിട്ടുമെന്ന് സീനിയർ ഡയലോഗ് ഇടുമ്പം നീ പറഞ്ഞ ശരിയാ, ഞാനിപ്പോ എന്റെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് അയാളാണെങ്കിൽ എല്ലാരും പേടിപ്പിച്ച് അവിടുന്ന് ഓട്ടിക്കുന്നുണ്ട്. ഇവിടെ അതേസമയം ഹീറോയിൻസും കൂടി ഗോസ്റ്റിനെ നിന്നൊക്കെ എസ്കേപ്പ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ നേരം ഹീറോയ്ക്ക് പിന്നെയും വയറുവേദന എടുക്കാൻ തുടങ്ങി. സുവനോടൊന്നും പറയാതെ ഹീറോ വാഷ്റൂമിൽ പോകാൻ വേണ്ടി പുറത്തിറങ്ങുന്നുണ്ട്. ഇത്ര നേരം എന്റെ കൂടെ നിന്നവൻ ഇത് എവിടെ പോയെന്നും പറഞ്ഞ് സുവ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു സ്റ്റാഫ് ഹീറോ കണ്ടിട്ട് എന്താ സാർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഒരു പ്രോബ്ലം ഇല്ല, ഈ വാഷ്റൂം എവിടാണെന്ന് പറഞ്ഞു തരാമോ സാർ, അത് അവിടെ. അങ്ങോട്ട് പോകാൻ നേരം പെട്ടെന്ന് സുവന്റെ കരച്ചിലേക്കാൻ തുടങ്ങി. അയ്യോ സുവൻ എന്തോ പറ്റി കാണുമെന്ന് പറഞ്ഞ് ഹീറോ അതിന്റെ അകത്തോട്ട് പിന്നെയും കയറുന്നുണ്ട്. അതോടെ ഈ എപ്പിസോഡ് എൻഡ് ആവുകയാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ടാറ്റാ ബൈ ബൈ.